നിനക്കിപ്പോ എന്നെക്കാളും കാര്യം ദുർഗയോടാണ്. ഞാൻ വന്ന സന്തോഷത്തെക്കാൾ അധികം ദുർഗ വരാത്ത എന്റെ സങ്കടമാണല്ലോ നിനക്ക്. അയ്യോ, അങ്ങനെയൊന്നുമല്ല. നിങ്ങൾ ഒരു വീട്ടിലായതുകൊണ്ട് ഒന്നിച്ച് വരുമായിരിക്കുമെന്ന ഞാൻ കരുതി. ഏടി അവരെ കണ്ടാൽ തന്നെ അറിഞ്ഞൂടെ, എന്ത് നല്ല കൈപുണ്യമുള്ളവരാ. ആ വസുമതിയെ തന്നെ നോക്കിയാലേ. മുഖം നോക്കി കൈപുണ്യം കണ്ടുപിടിക്കാൻ നിങ്ങൾ ആരാ? എന്റെ പൊന്നെ, ഞാൻ വെറുതെ പറഞ്ഞതാ. നീ ഇനി ഇതിൽ പിടിച്ച് ചാടല്ലേ. നിങ്ങൾ രണ്ടുപേരും കൂടി വഴക്കുണ്ടാക്കാതെ ഈ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്ക്. ആ ചേട്ടത്തി പറ. എന്റെ ചേട്ടത്തി എന്ത് വേണേലും പറഞ്ഞോ, ഈ സഹദേവനുണ്ട് കൂടെ. ആ ദേ, നീ വെറുതെ അവളുടെ വാശിക്കൊപ്പം നിൽക്കേണ്ട സഹദേവ. ഇവൾ പറയുന്നതിലൊന്നും യാതൊരു കാര്യമില്ല. അല്ലെങ്കിൽ ഞാൻ പറയുന്ന ഒന്നിനും നിങ്ങൾക്കൊരു വിലയില്ലല്ലോ. എന്താ ചന്ദ്ര ഇത്? നമ്മളൊക്കെ ആദ്യ ഓണം സ്വന്തം വീട്ടിൽ തന്നെയല്ലേ ആഘോഷിച്ചത്? പിന്നെ മക്കളുടെ കാര്യം വന്നപ്പോ എന്താ ഒരു മാറ്റം? അതല്ല ചേച്ചി, തിരുവോണം കഴിഞ്ഞ് പിറ്റേ ദിവസം വേണമെങ്കിൽ അവര് പൊക്കോട്ടെ. അങ്ങനല്ല ചെറിയമ്മേ. പൃഥ്വിയും അഷിതയും കിരണും ദുർഗയും എല്ലാവരും ചെല്ലുന്നതും കാത്ത് സദ്യ ഒരുക്കി അവര് കാത്തിരിക്കുക അവിടെ. ആ സമയത്ത് അവരെ വിടാതിരുന്ന അത് വലിയ തെറ്റാ. അതെ, ഇതുവരെ ഒരു കാര്യത്തിലും ചിറക്കൽ ആരും നമ്മളോട് ഒരു നിർബന്ധം പറഞ്ഞിട്ടില്ലല്ലോ. എന്റെ ചേച്ചി അവരെങ്ങനെ പറയും? കല്യാണം നടത്തിയതും അതിനുവേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തതും നമ്മളല്ലേ. അവരെല്ലാം ചുമ്മാ ഒന്ന് ഞണ്ണിട്ടങ്ങ് പോയതേ ഉള്ളൂ. അതെ, അടുക്കള കാണാനെന്നും പറഞ്ഞ് രണ്ടച്ചപ്പം കൊണ്ട് വന്നതൊന്നും ആരും മറന്നിട്ടൊന്നുമില്ലല്ലോ. ഓ, കഴിഞ്ഞു പോയതിന്റെ കണക്കെടുപ്പൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ കല്യാണത്തിന്റെ കാര്യങ്ങളെല്ലാം ചെയ്തോളാമെന്ന് പൂർണിമ അങ്ങോട്ട് പറഞ്ഞ കാര്യമല്ലേ. നമ്മളായിട്ടൊരു കാര്യം ഏറ്റെടുത്ത് ചെയ്തിട്ട് പഴി പറയുന്നത് ശരിയല്ല. അതെ. തിരുവോണത്തിന്റെ അന്ന് അവിടെ ആഘോഷിച്ചാലും അവിട്ടം നമുക്ക് ഇവിടെ ആഘോഷിക്കാലോ. അത് ശരിയാ. ഇനി ഏട്ടത്തിക്ക് പൃഥ്വി അഷിതയെ അങ്ങോട്ട് പോകുന്നതാണ് പ്രശ്നമെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടെ അങ്ങോട്ടങ്ങ് പോവാം. അങ്ങനെയെങ്കിലും വായിക്ക് രുചിയായിട്ട് വല്ലതും കഴിക്കാമല്ലോ. ദേ സഹദേവേട്ടാ, നിങ്ങൾ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. കുറെ നേരമല്ലേ നിങ്ങൾ തുടങ്ങിയിട്ട്. ഇവിടെ എന്താ നിങ്ങൾക്ക് രുചിയുള്ള ഭക്ഷണമൊന്നും കിട്ടുന്നില്ലേ? എടി നീരജ, അത് നിനക്ക് തന്നെ അറിയാലോ. നീ ഉണ്ടാക്കുന്ന അവിയലിന്റെയും സാമ്പാറിന്റെയും വ്യത്യാസം ഇത്ര നാളായിട്ട് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇല്ല കേട്ടാ. നീ പറഞ്ഞു തരുമ്പോ മാത്രമാണ് ഇത് സാമ്പാറാണ്, ഇത് അവിയലാണ് എന്ന് എനിക്ക് മനസ്സിലാവും. ഒന്ന് നിർത്ത് സഹദേവ, വെറുതെ വഴക്കിനുള്ള വഴി നോക്കാതെ. ഓണത്തിന് പിള്ളാരെ വിടണമെന്ന് അവരാരെങ്കിലും നമ്മളെ വിളിച്ച് പറയണ്ടേ? അതല്ലേ അതിന്റെ ഒരു രീതി. സൗദാമിനി അമ്മയും ദേവരാജനും എന്നോട് വിളിച്ചു പറഞ്ഞ കാര്യം നിന്നോട് പറഞ്ഞതാണല്ലോ. പൃഥ്വിയും അഷിതയും മാത്രമല്ല, കിരണയും ദുർഗയും അങ്ങോട്ട് അയക്കാന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഓ, അപ്പോ നിങ്ങൾ എല്ലാരും കൂടിയുള്ള പ്ലാനിങ് ആയിരുന്നതല്ലേ? എന്തിനാ ചെറിയമ്മ അങ്ങനെയൊക്കെ കരുതുന്നേ? നമ്മളെ എല്ലാവരും ഇപ്പൊ ഒരു കുടുംബമല്ലേ. പരസ്പരം ഫോർമാലിറ്റീസിന്റെ ഒക്കെ ആവശ്യമുണ്ടോ? ആ വീട്ടിൽ എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ നമ്മളും, ഇവിടെ ഒരു ആവശ്യം വന്നാൽ അവരും പരസ്പരം സഹകരിക്കേണ്ടവരല്ലേ. അങ്ങനെ ഒരു നിയമം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാനൊരു കാര്യം പറഞ്ഞ ചന്ദ്ര അനുസരിക്കണം. എന്താ, അനുസരിക്കോ? അതെന്താ ഏട്ടത്തിക്ക് സംശയം? ഏട്ടത്തിയല്ലേ ഇവിടുത്തെ കാരണവത്തി. എങ്കിൽ ഞാൻ പറയുന്നു, പിള്ളേര് ഓണത്തിന് ചിറക്കൽ വീട്ടിൽ പോയി തിരുവോണം ആഘോഷിക്കും. നമ്മൾ സന്തോഷത്തോടെ അതിന് സമ്മതിക്കും. ശരി, ചേച്ചി പറഞ്ഞിട്ട് ഞാൻ തടയുന്നില്ല. അങ്ങനെ തന്നെ ആവട്ടെ. ഇപ്പൊ പ്രശ്നമൊക്കെ തീർന്നല്ലോ. നീരജ, നീ പോയി ഏട്ടനൊരു ചായ എടുത്തോണ്ടാ. ഞാനേ ചായ ഇട്ട ശരിയാവില്ല. നിങ്ങൾക്കത് ചിലപ്പോ സാമ്പാറായിട്ട് തോന്നിയാലോ. അതുകൊണ്ട് തന്നെ ഇട്ടങ്ങ് കുടിച്ചാ മതി. അയ്യോ, പണി പാളിയെന്ന് തോന്നുന്നു. ഞാനേ ഒന്ന് പോയി സോപ്പ് ഇട്ട്. നീരജ, എന്റെ ചക്കരെ മുത്ത ഇല്ലടി. ഇത്തവണ അവൻ പെട്ടെന്നാ തോന്നുന്നത്. ഓണാഘോഷമൊക്കെ പൊടിപൊടിക്കുകയാണല്ലോ. അതെ, എല്ലാം നന്നായിട്ട് അലങ്കരിച്ചിട്ടുണ്ടല്ലേ.
ആഹാ നിങ്ങൾ എത്തിയോ വാ. വാ. മോളെ അമ്മേ മോളെ സുഖല്ലേ? സുഖമായിട്ടിരിക്കുന്നോ? സുഖമായിട്ടിരിക്കുന്നു. ഓണത്തിന്റെ ആഘോഷമൊക്കെ ഗംഭീരായിട്ടുണ്ടല്ലോ. ഇതെല്ലാം അബിയുടെ പരിപാടിയാ. ഇന്ന് രാവിലെ തൊട്ട് തുടങ്ങിയതാ. ഇതെല്ലാം അവൻ ചെയ്തു. അല്ല മോനെ, നിങ്ങൾ എന്താ വൈകിയത്? ഞങ്ങള് വൈകിയില്ലല്ലോ മുത്തശ്ശി. അമ്മ എന്തിനാ പിള്ളേരെ കണ്ടപ്പോഴേ കുറ്റം പറയുന്നേ? കുറ്റോ? നിനക്ക് എന്താ വസുമതി? ഞാനെന്ത് കുറ്റാ പറഞ്ഞത്? പിന്നെ ഇവര് വൈകിന്ന് പറഞ്ഞ കുറ്റല്ലേ? ഓ, എന്റെ മക്കള് വാക്ക് പറഞ്ഞ പോലെ രാവിലെ വന്നല്ലോ. ദുർഗിങ്കരണം വന്നില്ലേ? നിങ്ങൾ അവരെ കണ്ടില്ലേ? ആ ഞാനെങ്ങും കണ്ടില്ല. അല്ലെങ്കിൽ തന്നെ അവളെയൊക്കെ ആരാ നോക്കുന്നേ? അവര് വന്നോളും. എന്തെങ്കിലും തിരക്കിപ്പെട്ട് പോയി കാണും. ഓ അത് ശരി. നിങ്ങളുടെ മൂത്ത മോൾക്കും മരുമോനും തിരക്കുണ്ട്. എന്റെ മക്കൾക്ക് തിരക്കില്ലെന്നാണോ? ഓ, ഒന്ന് നിർത്ത് വസുമതി. നല്ലൊരു ദിവസമായിട്ട് ഇങ്ങനെ കുറ്റം കുറവും പറയാൻ നിനക്ക് നാണമില്ലേ? അതെ നാത്തൂനെ, ഇന്നത്തെ ദിവസം നമുക്ക് വഴക്കും പിണക്കും ഒന്നും വേണ്ട. എല്ലാവരും ഒന്നിച്ച് അടിച്ചു പൊളിച്ചാൽ മാത്രം മതി. ഇന്ദ്രപ്രസ്ഥത്തിൽ എല്ലാവരെയും ഇങ്ങോട്ട് ക്ഷണിക്കണമെന്നായിരുന്നു ഞങ്ങളുടെയൊക്കെ ആഗ്രഹം. പിന്നെ അവർക്കൊക്കെ ഓരോ തിരക്കുകളുണ്ടായത് കൊണ്ടാണ് വേണ്ടെന്ന് വെച്ചത്. ചെറിയച്ഛനും ചെറിയമ്മയും ചെറിയമ്മയുടെ വീട്ടിൽ പോകും. പിന്നെ ഉച്ച കഴിഞ്ഞ് അവരെത്തുള്ളൂ. അങ്ങനെ ചില തിരക്കുകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് വിളിക്കാതിരുന്നത് നന്നായി. അതെ, അവിടുത്തെ തിരക്കുകൾ ഞങ്ങൾ മനസ്സിലാക്കണല്ലോ. അതുകൊണ്ടാ ബുദ്ധിമുട്ടിക്കാതിരുന്നേ. അളിയാ അളിയാ, ഓ എത്ര നാളായി കണ്ടിട്ട് അളിയാ. വെയിറ്റ് കൂടിയല്ലേ അളിയാ? അളിയാ അളിയാ, മറന്നിട്ടില്ല. അശി, നീ ഇവിടെ ഉണ്ടായിരുന്നോ? ഓ, നീ ആകെ മാറിപ്പോയി. മാറും. അളിയാ, ഈ വാഴ അളിയാ, നമുക്കിത് തകർക്കണം. കണ്ടില്ലേ അലങ്കാരപ്പണികളൊക്കെ? ഇഷ്ടായില്ലേ? പിന്നെന്താ, തകർക്കാമല്ലോ. ദുർഗ വന്നില്ലേ അഷി? ഓ, നിനക്കിപ്പോ എന്നെക്കാളും കാര്യം ദുർഗയോടാണ്. ഞാൻ വന്ന സന്തോഷത്തെക്കാൾ അധികം ദുർഗ വരാത്തതിന്റെ സങ്കടമാണല്ലോ നിനക്ക്. അയ്യോ, അങ്ങനെയൊന്നുമല്ല. നിങ്ങൾ ഒരു വീട്ടിലായതുകൊണ്ട് ഒന്നിച്ച് വരുമായിരിക്കുമെന്നാ ഞാൻ കരുതി. എനിക്ക് മനസ്സിലായി. അതൊക്കെ പോട്ടെ, നീ അകത്തേക്ക് വാശി. അപ്പൊ നീ പൃഥ്വിയെ വിളിച്ചോണ്ട് വാ, ഞാൻ ചായ എടുക്കാം. അളിയന്റെ കാര്യമല്ലേ, ചമ്മ ടെൻഷൻ ആവണ്ട. അത് ഞാൻ നോക്കിക്കോളാം. നിന്റെ കമ്പനി ഓർക്കുമ്പോ എനിക്ക് ചെറിയ ടെൻഷൻ ഉണ്ട് കേട്ടോ. വെറുതെ.